ലാസ്റ്റ് വീക്ക് ഒരുപാട് പേരെ ട്രാപ്പ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഡെഡ് കാറ്റ് ബൗൺസ് എന്നുള്ളത്. അതായത് മാർക്കറ്റ് നല്ല ഗ്യാപ് ഡൗൺ തരാം, പ്രധാന ലെവലുകളിൽ നിന്ന് മാർക്കറ്റിന് ഒരു റീബൗണ്ട് ഉണ്ടാവുക എന്നുള്ളത്. സോ ഈ ആഴ്ച മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ഏതൊക്കെയാണ് പ്രധാന ലെവൽസ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ ഡീറ്റെയിൽസ് പറയാം. ടെലിഗ്രാം ചാനലിൽ നമ്മൾ അത്യാവശ്യം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം മാർക്കറ്റിൽ എന്താ പറയുക ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായ ഫോളും രാവിലെ തന്നെ മോർണിംഗിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഒരു റെഡ് ഫ്രൈഡേ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ സോണ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എക്സാക്ട് ആ ഒരു സപ്പോർട്ട് ലൈനിൽ നിന്നായിരുന്നു മാർക്കറ്റ് ഒരു റീബൗണ്ട് ഉണ്ടാക്കിയെന്നുള്ളത്. ദെൻ വീണ്ടും ഗ്യാപ് ഡൗണും ഗ്യാപ്പ് അപ്പ് ഒക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഇന്ത്യ വിക്സിനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വിക്സ് ഓൾമോസ്റ്റ് ഒരു 18+ ഒക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും ഗ്യാപ് ഡൗണും ഗ്യാപ്പ് അപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ലാസ്റ്റ് അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അതൊന്ന് കാണാം. അപ്പോൾ ഇവിടെ എന്താ ഈ ഒരു എൻ്റയർ സോണിലായിരുന്നു വൺസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നു, അവിടുന്ന് റീബൗണ്ട് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് വീക്കിൽ മാക്സിമം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ദെൻ ലാസ്റ്റ് ഫ്രൈഡേ ആണ് നമുക്ക് എന്താ പറയുന്നത് അവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. സോ വീണ്ടും ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. മിക്കവാറും ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ട് തന്നെ ഓപ്പൺ ആയാൽ വീണ്ടും നമുക്ക് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെ കിട്ടാനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാവുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലൈനിന്റെ താഴെയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ ഒരു റീബൗണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ വാച്ച് ചെയ്യുക. അന്നത്തെ ദിവസത്തിലെ പ്രൈസ് ആക്ഷനും കൂടി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു പൊസിഷൻ എടുക്കാൻ നോക്കുക. ദെൻ അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംബാലൻസ് ലെവലും കൂടി അതിന്റെ താഴെയുണ്ട്. സോ ഇനി വരുന്ന ലെവൽസ്, ഇമ്പോർട്ടന്റ് ലെവൽസ് മാർക്കറ്റിൽ ഈ ലെവലൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ ലെവൽ നിങ്ങളുടെ ചാർട്ടിലും കൂടി ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ അതോടൊപ്പം നിർബന്ധമായും വാച്ച് ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ക്രൂഡ് ഓയിൽ എന്നുള്ളത്. സോ ക്രൂഡ് ഓയിൽ നമുക്ക് കാണാം വീണ്ടും നല്ലൊരു ബ്രേക്ക്ഔട്ടും വലിയ രീതിയിൽ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത്. സോ വാർ ടെൻഷൻസ് അവസാനിക്കുന്നത് വരെ ക്രൂഡ് ഓയിലിനെ ഒന്ന് വാച്ച് ചെയ്യുക. എപ്പോഴാണ് നമുക്ക് ഒരു സൈഡ് വേസിലേക്ക് ക്രൂഡ് ഓയിൽ വരുന്നത് എന്ന് നോക്കുക. സോ അപ്പോൾ നമുക്ക് നമ്മുടെ നിഫ്റ്റിയിലൊക്കെ ഒരു വോളറ്റൈലിറ്റി അവസാനിക്കാനുള്ള ഒരു ചാൻസ് അപ്പോഴായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. സോ എന്തായാലും വരുന്ന ആഴ്ചകളിലും ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും വിക്സ് നിയർ ടു 20 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് അപ്പും ഗ്യാപ് ഡൗൺ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഒരിക്കലും ഓവർനൈറ്റ് പൊസിഷൻസ്, പ്രത്യേകിച്ച് നേക്കഡ് പൊസിഷൻസ് ഒന്നും ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാണ്ടിരിക്കുക. ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഹെഡ്ജിങ്ങിലൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ക്യാപിറ്റൽ പ്രൊട്ടക്ട് ആയിരിക്കും. സോ വൺസ് ഈ കാര്യങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും നമ്മുടെ ലെവലിലേക്കൊക്കെ വരും. സോ നമുക്ക് ആ ടൈമിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ പോസിബിൾ ആവും. സോ എന്തായാലും അതൊക്കെ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സോ നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് എങ്ങനെ വരുന്നു, ഏതൊക്കെ ലെവലിലാണ് ഓപ്പൺ ആവുന്നത് എന്നുള്ളതിന്റെ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ചാനൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ടെലിഗ്രാം ചാനലുമായിട്ടുള്ള ഓരോ ദിവസവും ഇൻട്രാഡേ സോൺസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതും കൂടി ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.